ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? ടേക്ക് കെയർ ഓഫ് യുവർ ബോഡി, ഇറ്റ്സ് ദ പ്ലേസ് യു ലിവ് ഇൻ. റിം ജോൺ പറഞ്ഞ വാക്കുകളാണ്. നമ്മുടെ ബോഡിയിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഏത് രാജ്യത്താണെങ്കിലും ഏത് വീട്ടിൽ കിടന്നുറങ്ങിയാലും നമ്മുടെ ബോഡിയാണ് നമ്മളുടെ വീടെന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ബോഡി ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യുക. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ട്രൈമസ്റ്റർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സെക്കൻഡ് ട്രൈമസ്റ്ററിനെ കുറിച്ചാണ്. അതായത് 14 വീക്സ് ടു 27 വീക്സ്. ഈ ഒരു കാലയളവിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ സമയത്ത് ഒരു കുഞ്ഞെന്ന നിലയിൽ ആ കുഞ്ഞ് നമുക്ക് ഈ സെക്കൻഡ് ട്രൈമസ്റ്റർ തുടങ്ങുമ്പോൾ ഒരു 50 ഗ്രാമിൽ നിന്ന് 1 kg കൂടുന്നതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 5 ഇഞ്ചിൽ നിന്ന് 14 ഇഞ്ച് വരെ എത്തുന്നതായിട്ടും കാണാൻ സാധിക്കും. അതായത് നമ്മുടെ കുഞ്ഞ് ശരിക്കും ഒരു രൂപം പ്രാപിച്ചു വരികയാണ്. അതിൻ്റെ എല്ലാ ഓർഗൻസും ഡെവലപ്മെൻ്റ് ആയി വരുന്നുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ആവുന്നില്ല, എന്നാൽ കുറച്ചും കൂടി ഡെവലപ്മെൻറ്റ് നടന്ന് കരള്, വൃക്ക, കുടല് എല്ലാം ഇങ്ങനെ ഡെവലപ്മെന്റ് പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ നമ്മൾ 5-ാം മാസം എന്ത് ചെയ്യും? അനോമലി സ്കാൻ ചെയ്ത് കുഞ്ഞ് വേറെ അനോമലീസ് ഒന്നും ഇല്ല എന്ന് മേക്ക് ഷുവർ ചെയ്യുന്നൊരു സ്കാനിങ്ങും ഇമ്പോർട്ടൻറ്റ് സ്കാനിങ്ങും കൂടെ ഉള്ള ഒരു പീരീഡാണ് സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത്. അതുപോലെ എന്താ, നമുക്ക് ഷുഗർ ടെസ്റ്റ്, OGTT, ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്, അതുപോലത്തെ ഷുഗർ ടെസ്റ്റുകൾ നമ്മൾ ചെയ്ത് അമ്മയ്ക്ക് ഷുഗർ ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്താനും ശ്രമിക്കുന്നൊരു പീരീഡാണ് ഈ സെക്കൻഡ് ട്രൈമസ്റ്റർ. ഇനി ഒരു കുഞ്ഞിൻ്റെ കാര്യം നോക്കാം. കുഞ്ഞ് ശരിക്കും പറയുകയാണെങ്കിൽ അമ്മയുടെ ശബ്ദത്തിനോട് റെസ്പോണ്ട് ചെയ്ത് തുടങ്ങുക. അതായത് അമ്മയുടെ സൗണ്ട് കേൾക്കുമ്പോൾ ഒരു 24 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേന് കുഞ്ഞ് എന്ത് ചെയ്യുക? അമ്മയുടെ സൗണ്ട് കേൾക്കുമ്പോഴത്തേന് അനങ്ങി തുടങ്ങുക, അമ്മയുടെ സൗണ്ടിന് റെസ്പോണ്ട് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നൊരു സമയമാണ്. അതുപോലെ കാഴ്ചശക്തിയുടെ കാര്യം പറയുകയാണെങ്കിൽ 16 വീക്സ് ഒക്കെ ആകുമ്പോഴാണ് കാഴ്ചശക്തി കിട്ടി തുടങ്ങുന്നത്. എന്നാൽ 24 വീക്സ് ഒക്കെ എത്തുമ്പോൾ കുഞ്ഞിന് പകല് രാത്രി എന്നുള്ള വ്യത്യാസം മനസ്സിലാവും. അപ്പം അങ്ങനെ കാഴ്ചയുടെ കാര്യത്തിലാണെങ്കിലും ഓർഗൻ ഡെവലപ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും കുഞ്ഞിങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും നമ്മുടെ ഒരു ബേബി ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് സെക്കൻഡ് ട്രൈമസ്റ്റർ. ഇനി അമ്മയെ സംബന്ധിച്ചാണെങ്കിലോ വയറ് നന്നായിട്ട് വലുതായി വരുന്നതായിട്ട് കാണപ്പെടാം. ഈ വയറിന്റെ കംപ്രഷൻ മൂലം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യുന്നത് സ്റ്റിൽ ഉണ്ട്. പിന്നെ നമുക്ക് ഓർക്കാനും ഛർദിയിൽ നിന്നൊക്കെ ഒരു വിമുക്തി വന്നിട്ട് അതൊക്കെ ഒന്ന് സെറ്റിലായി നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഈ സമയത്ത് അമ്മയുടെ വെയിറ്റും കൂടുന്നതായി കാണപ്പെടുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഫോളിക് ആസിഡ് ആണ് നമ്മൾ 3 മാസം വരെ കഴിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ കാൽഷ്യം അയൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാൽഷ്യം അയൺ കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടും കൂടി ഒരു സമയം കഴിക്കാതിരിക്കുക. അത് അതിൻ്റെ അബ്സോർപ്ഷനെയും ബാധിക്കും. അതുപോലെ തന്നെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ കുറച്ചും കൂടി കൂട്ടാനും ഒക്കെ ആയിട്ട് കാരണമാകും. അതുകൊണ്ട് ഒന്നുകിൽ രാവിലെ അയൺ കഴിക്കുക, രാത്രി കാൽഷ്യം കഴിക്കുക, അല്ലെങ്കിൽ രാവിലെ കാൽഷ്യം കഴിക്കുക, രാത്രി അയൺ കഴിക്കുക. അങ്ങനെ കോഫി, ചായ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പരമാവധി കുറയ്ക്കാൻ പറ്റുന്നവർ, അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് പാല് ഒക്കെ കുടിക്കാനായിട്ട് ശ്രമിക്കുക. കഫീനേറ്റഡ് ഫുഡ്, അതുപോലെ ജങ്ക് ഫുഡ്സ്, കോള, ഡ്രിങ്ക്സ്, പിന്നെ സ്മോക്കിംഗ് ഒക്കെ ഹാബിറ്റ് ഉള്ളവരാണെങ്കിൽ അതുമൊക്കെ അവോയ്ഡ് ചെയ്യുക. ഹസ്ബൻഡ്സ് ഒക്കെ സ്മോക്ക് ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ അടുത്ത് നിന്നൊക്കെ മാറി നിൽക്കുക. നമുക്ക് സെക്കൻഡറി സ്മോക്കിംഗ് കിട്ടാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളുടെ എൻവയോൺമെൻറ്റും ഹെൽത്തി ആയിട്ടിരുന്നാൽ മാത്രമേ നമ്മുടെ കുഞ്ഞ് ഹെൽത്തി ആയിട്ട് ഡെവലപ്പായി വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ എൻവയോൺമെൻറ്റും നമ്മുടെ ഫുഡ് ഹാബിറ്റ്സും നമ്മുടെ മൂഡും സ്റ്റേബിൾ ആണെന്ന് നമ്മൾ മേക്ക് ഷുവർ ചെയ്യുക. ഒരു എല്ലാ ദിവസവും അരമണിക്കൂർ നടക്കാൻ പോകുന്നതിൽ തെറ്റില്ല. അതായത് ആഞ്ഞു പിടിച്ച് നടക്കണമെന്നല്ല, ഒരു അരമണിക്കൂർ വീതം സ്ലോ വാക്കിംഗ് എല്ലാ ദിവസവും ചെയ്യുക. കുറച്ച് നേരം പാട്ട് കേൾക്കുക, കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്യുക, റിലാക്സേഷൻ യോഗാസ് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ മൂഡിനെയൊക്കെ സ്റ്റെബിലൈസ് ചെയ്യാനും നമ്മുടെ കുഞ്ഞ് ഹെൽത്തി ആയിട്ട് വളരാനായിട്ടും സഹായിക്കും. പിന്നെ നമ്മുടെ TT വാക്സിനേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. പിന്നെ പ്രധാനപ്പെട്ടൊരു സ്കാൻ, അനോമലി സ്കാനും ഷുഗർ ടെസ്റ്റും ഒക്കെ വരുന്നതാണ് നമ്മുടെ ഈ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ. ഇൻ ഷോർട്ട് നമുക്ക് സെക്കൻഡ് ട്രൈമസ്റ്ററിനെ കുറിച്ച് ഇത്രേ പറയാനുള്ളൂ. പിന്നെ എന്താ പറയുക, നമ്മൾ തേർഡ് ട്രൈമസ്റ്ററിലോട്ട് കടക്കാനിരിക്കുമ്പോൾ നമ്മൾ ഏകദേശം ഒരു നല്ല വയറൊക്കെ വന്ന് ഇങ്ങനെ ഒരു പ്രഗ്നൻസിയുടെ ഏകദേശം ഒരു നടുഭാഗത്ത് എത്തി നിൽക്കുന്ന അവസ്ഥയാണ് സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.